ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദി സിനിമയുടെ സംഗീതത്തിൻ്റെ ഇതിഹാസത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഹിന്ദി സിനിമയിൽ സംഗീതം കൊണ്ടുവന്നതെന്നും ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംഗീതജ്ഞനെന്നും ആദ്യമായി സംഗീതവുമായി പുറത്തു വന്ന ഇന്ത്യൻ സിനിമ ഏതാണെന്നും ആരാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ആലപിച്ചതെന്നും നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഹിന്ദി സിനിമകൾ നിർമ്മിച്ചതോടെ നിശബ്ദ സിനിമകൾ അവതരിക്കപ്പെട്ടു. തിയേറ്ററുകളിൽ പ്രദർശിക്കുമ്പോൾ സംഗീതജ്ഞർ അവരുടെ ഉപകരണങ്ങളുമായി ഇരുന്ന് സിനിമകൾക്ക് പാശ്ചാത്യ സംഗീതം നൽകും. പക്ഷേ സിനിമാ സംഗീത ചരിത്രത്തിൽ അതിന് ഇടം ലഭിച്ചില്ല. കാരണം സംസാരിക്കുന്ന സിനിമകളുടെ ആവിർഭാഷത്തോടെയാണ് സിനിമാ സംഗീതത്തിൻ്റെ തുടക്കമെന്ന് നമ്മൾ പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം റിലീസ് ചെയ്ത മൂക ഫിലിം അല്ല എങ്കിൽ സൈലൻറ്റ് ഫിലിം എന്നറിയപ്പെടുന്ന സിനിമ രാജാ ഹരിശ്ചന്ദ്രയാണ്. അത് പുറത്തിറങ്ങിയ വർഷം 1913. 1931 മാർച്ച് 14 ബോംബെയിലെ മജസ്റ്റിക് സിനിമാസിൽ റിലീസ് ചെയ്ത ആദ്യത്തെ സംസാരിക്കുന്ന ചിത്രമായ ആലംമാരയിലൂടെയാണ് സിനിമകളിലെ സംഗീതം ആദ്യമായി ആരംഭിക്കുന്നത്. ഈ കാര്യത്തിൽ ഈ സിനിമയുടെ സംഗീത സംവിധായകൻ ഫിറോസ് ഷാ മിസ്ട്രിയാണ് ആദ്യത്തെ സംഗീത സംവിധായകനായി കണക്കാക്കപ്പെടുന്നത്. ആദ്യത്തെ ഹിന്ദുസ്ഥാനി ഗാനമെന്നറിയപ്പെടുന്നത് ദേ ദേ ഖുദാ കി നാം എന്ന ഈ സിനിമയിലൂടെ പുറത്തുവന്ന ഗാനമാണ്. സിനിമാ സംഗീതത്തിൻ്റെ തുടക്കം കുറിച്ചത് R.C. ബോറൽ, പങ്കജ് മാലിക്, മാസ്റ്റർ കൃഷ്ണറാവു, പണ്ഡിറ്റ് ഗോവിന്ദറാവു ടെംബെ, പ്രാൺസുഖ് നായക്, ഉസ്താദ് ചെണ്ടേ ഖാൻ, കേശവറാവു ഭോലെ, ചന്ദ്രലാൽ ഷാഹ് എന്നിവർ ആദ്യകാലത്തെ സംഗീതജ്ഞരായി ആദരിക്കപ്പെടുന്നു. ആദ്യത്തെ വനിതാ സംഗീത സംവിധായിക എന്ന ബഹുമതി നടി നർഗിസിൻ്റെ അമ്മയായ ജദ്ദൻ ബായിക്കാണ്. അവർ 1935 റിലീസ് ചെയ്ത സ്വന്തം ചിത്രമായ തലേഷ് ഇ ഹക്ക് എന്ന സിനിമയിൽ സംഗീതം നൽകി. 1940 ശേഷം ശ്രദ്ധേയമായ പേരുകൾ ഉയർന്നു വന്ന എണ്ണമറ്റ ആദ്യകാല സംഗീത സംവിധായകന്മാരിൽ R.C.യെ നാം ആദരപൂർവ്വം പരാമർശിക്കുന്നുവെന്നതും ചരിത്രപരമാണ്. ബോറൽ, പങ്കജ് മാലിക്, തിമിർ ബാരൻ, K.C. ഡേ, റഫീഖ് ജസ്നവി, H.C. ബാലി, ശാന്തി കുമാർ ദേശായി, മാസ്റ്റർ കൃഷ്ണറാവു, അശോക് ഘോഷ്, സരസ്വതി ദേവി, ഗ്യാൻ ദത്ത്, രാമചന്ദ്ര പാൽ, അനിൽ വിശ്വാസ് എന്നിവരുടെ പേരുകൾ നമുക്ക് പറയാം. ഇവരിൽ ഭൂരിഭാഗവും ജനപ്രിയരും വിജയകരവുമായ സംഗീത സംവിധായകന്മാർ മാത്രമല്ല. സൊഹറാബ് മോദി, പൃഥ്വിരാജ് കപൂർ, സാദത്ത് ഹസൻ മാൻഡോ, ശാന്ത, ദേവിക റാണി, PC എന്നിവരുടെ സിനിമകൾക്ക് പുറമെ കുന്ദൻ ലാൽ പോലുള്ള മികച്ച ഗായകന്മാരുടെയും നടന്മാരുടെയും നിരവധി സിനിമകളുമായി ബന്ധപ്പെട്ടിരിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ അവരെ വീണ്ടും വിശകലനം ചെയ്യേണ്ടതുണ്ട്. ബറുവ, സിയ സർഹാദി, ചന്ദ്രമോഹൻ, ദുർഗ ഖോട്ട്, ഉദയ് ശങ്കർ, ശാന്ത ആപ്തെ, കവി പ്രദീപ്, ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ, നസീം ബാനോ, വഹീദ് ബായ് തുടങ്ങിയ കലാകാരന്മാർ ഏതെങ്കിലും ഒരു വേഷത്തിലോ മറ്റോ ഉണ്ടായിരുന്നു. അത് ആദ്യകാലങ്ങളിൽ ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള സ്ഥാപനങ്ങൾ, സ്റ്റുഡിയോകളായിരുന്നു. സംഗീത സംവിധായകർ, പിന്നണി ഗായകർ, ഗാനരചയിതാക്കൾ, അഭിനേതാക്കൾ, നടിമാർ എന്നിവരെല്ലാവരും സ്റ്റുഡിയോയിലെ ജീവനക്കാരായിരുന്നു. സ്വന്തം ചിലവിൽ സംഗീതം രചിക്കുകയും പ്രൊഫഷണലായി പാടുകയും ചെയ്യുന്ന കാലഘട്ടം വളരെ പിന്നീടാണ് വന്നത്. പ്രകാശ് ഇംപീരിയർ ഫിലിംസ്, ഭാരത് ലക്ഷ്മി പിക്ചേഴ്സ്, പ്രഭാത് സ്റ്റുഡിയോസ്, വാഡിയ മൂവി ടോൺ, ഗന്ധർവ സിനി ടോൺ, രഞ്ജിത്ത് മൂവി ടോൺ, പിന്നീട് പ്രശസ്തമായ ന്യൂ തിയേറ്റേഴ്സ്, ബോംബെ ടാക്കീസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ആദ്യകാല ചലച്ചിത്ര കമ്പനികളുടെ ചില പ്രശസ്തമായ സംഗീതത്തോടു കൂടെ വന്ന സിനിമകളെയും അതിലെ സംഗീത സംവിധായകന്മാരുടെയും പേര് ഞാൻ പറയാം. ആദ്യത്തേത് സംഗീത സംവിധായകനായ പ്രണാസുഖ് നായിക്കിൻ്റെ സംഗീത ചിത്രങ്ങൾ. ഡങ്കു കി ലഡ്കി, സതി അനുസൂയ, സൗഭാഗ്യ സുന്ദരി, സുലോചന എല്ലാം 1933 പുറത്തിറങ്ങി. ദേവികി രുക്മിണി ഹരൻ എന്ന ചിത്രം 1934 പുറത്തിറങ്ങി. രണ്ടാമത്തേത് സംഗീത സംവിധായകൻ ഗോവിന്ദറാവു ടെംബെയുടെ സംഗീത ചിത്രങ്ങൾ. അയോധ്യ കാ രാജ, ജൽദി നിഷാനി 1932 ഈ രണ്ട് ചലച്ചിത്രങ്ങളും പുറത്തിറങ്ങിയത്. മൂന്നാമത്തേത് സംഗീത സംവിധായകൻ കേശവറാവു ഭോലെയുടെ സംഗീത ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1932 പുറത്തിറങ്ങിയ കൃഷ്ണാവതാർ, 1934 പുറത്തിറങ്ങിയ അമൃത് മന്ദൻ, 1935 പുറത്തിറങ്ങിയ ചന്ദ്രസേന, 1936 പുറത്തിറങ്ങിയ രാജ്പുത് രമണി.
അടുത്തത് സംഗീത സംവിധായകൻ ഉസ്താദ് ജണ്ടേ ഖാൻ്റെ സിനിമകൾ നമുക്ക് നോക്കാം. 1931 പുറത്തിറങ്ങിയ ദേവി ദേവയാനി, 1932 പുറത്തിറങ്ങിയ രാധാറാണി, 1932 തന്നെ പുറത്തിറങ്ങിയ സതി സാവിത്രി, അതിനുശേഷം 1933 പുറത്തിറങ്ങിയ വിശ്വമോഹിനി, അതിനുശേഷം 1934 പുറത്തിറങ്ങിയ താരസുന്ദരി, പിന്നെ 1936 പുറത്തിറങ്ങിയ പ്രഭു കാ പ്യാരെ. ഇനി സംഗീത സംവിധായകയായ സരസ്വതി ദേവിയുടെ സംഗീത ചിത്രങ്ങൾ നമുക്ക് നോക്കാം. അച്യുത് കന്യയും ജീവൻ നയ്യയും രണ്ടും പുറത്തിറങ്ങിയത് 1936 അതിനുശേഷം 1937 പുറത്തിറങ്ങിയ ഇസ്സത്ത്, പിന്നെ 1940 പുറത്തിറങ്ങിയ ബന്ധൻ, അതിനുശേഷം 1941 പുറത്തിറങ്ങിയ ജൂല, അതിനും ശേഷം 1945 പുറത്തിറങ്ങിയ അമ്രപാലി എന്ന സിനിമയുമാണ്. ആദ്യകാലങ്ങളിൽ കലാകാരന്മാർ സ്വന്തം ശബ്ദത്തിൽ പാട്ട് പാടുകയും റെക്കോർഡ് ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവരുടെ ഈണങ്ങൾക്ക് അധികം ശ്രദ്ധ നൽകിയിരുന്നില്ല. ക്രമേണ സംഗീത സംവിധായകർ സിനിമകളിൽ ശ്രുതി മധുരമായ ശബ്ദമുള്ള ചില കലാകാരന്മാരെ ഉൾപ്പെടുത്തി അവരെക്കൊണ്ട് നല്ല ഗാനങ്ങൾ ആലപിക്കാൻ കഴിയുമെന്ന ഒരു പാരമ്പര്യം വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ജഹനാര കസൻ, കമലാചാര്യ, അങ്കുർ ബാല, അനർബല, മാസ്റ്റർ നിസാർ, രാജകുമാരി, ദുലാരി, ശാന്ത ആപ്തെ, വിഷ്ണു പന്ത്, മാസ്റ്റർ മുഹമ്മദ്, മിസ് ഗൗഹർ തുടങ്ങിയവർ സിനിമയിലേക്ക് കടന്നു വന്നു. അവരെല്ലാം സമൃദ്ധമായി ഗാനങ്ങൾ ആലപിച്ചു. അതുമൂലം ചലച്ചിത്ര സംഗീതത്തിൻ്റെ മനോഹരമായ ഒരു ലോകം വികസിക്കാൻ തുടങ്ങി. പിന്നീട് സിനിമയുടെയും സംഗീതത്തിൻ്റെയും ചരിത്രം വളരെയധികം മെച്ചപ്പെട്ടു തുടങ്ങി. ബനാറസ്, കൊൽക്കത്ത, ലാഹോർ, പാട്ന, ലക്നൗ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരവധി ആളുകൾ, ക്ലാസിക്കൽ ഗായകർ, വേശ്യാലയങ്ങളിലെ സ്ത്രീകൾ എന്നിവർ സിനിമകളിൽ പാടിക്കൊണ്ട് ഈ പുതിയ മാധ്യമത്തിൽ തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങി. 1931 മുതൽ 1946 വരെയുള്ള കാലഘട്ടം ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ ഭാവിയിൽ വികസിക്കാൻ പോകുന്ന ചലച്ചിത്ര സംഗീതത്തിൻ്റെ ശക്തമായ ഒരു യുഗത്തിന് അടിത്തറ പാകിയ ഗായികമാർ, വനിതാ സംഗീതജ്ഞർ, വാദ്യോപകരണ വിദഗ്ധർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. ഉദാഹരണത്തിന് ആ കാലഘട്ടത്തിലെ ചില പ്രശസ്ത ഗാനങ്ങൾ നമുക്കിവിടെ ഓർമ്മിക്കാം. ആദ്യത്തേത് മിസ് എന്ന 1933 പുറത്തിറങ്ങിയ സിനിമയിലെ മധുകാർ ശ്യാം ഹമാരെ ചോർ എന്ന ഗാനം. രണ്ടാമത്തേത് ദോരംഗി ദുനിയ എന്ന 1933 പുറത്തിറങ്ങിയ സിനിമയിലെ മധുർ ഭോസരി അപ്പനി ബജാവോ രേ കാൻഹ എന്ന ഗാനം. മൂന്നാമത്തേത് തൂഫാൻ മേൾ എന്ന 1934 പുറത്തിറങ്ങിയ സിനിമയിലെ ആലി റി പ്രിയത്തം ഗർ ആവേ എന്ന ഗാനം. നാലാമത്തേത് 1935 പുറത്തിറങ്ങിയ നവജീവൻ എന്ന സിനിമയിലെ കാഹേ കരത് മോസേ സാർ സുന്ദർവ എന്ന ഗാനം. പിന്നെ 1935 പുറത്തിറങ്ങിയ ദേവദാസ് എന്ന സിനിമയിലെ നാഹിയായെ ധൻശ്യാം തീരി ആയി ബദരി എന്ന ഗാനം. പിന്നെ 1935 തന്നെ പുറത്തിറങ്ങിയ ജവാനി കാ നഷ എന്ന ചിത്രത്തിലെ അബ് സേജിയ അഖേലി ദുഖ് ദേ റാം എന്ന ഗാനവും. പിന്നെ അതിനുശേഷം 1936 പുറത്തിറങ്ങിയ അദൂത് കന്യ എന്ന സിനിമയിലെ മേ ബൻകി ചിടിയ എന്ന ഗാനവും. അതിനുശേഷം 1941 പുറത്തിറങ്ങിയ ചൂല എന്ന സിനിമയിലെ നാ ജാനെ കിധർ ആജ് മേരെ നാവ് ചലീറെ എന്ന ഗാനം. പിന്നെ അതിനുശേഷം 1940 പുറത്തിറങ്ങിയ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ചിത്രത്തിലെ, അതിനുശേഷം 1949 പുറത്തിറങ്ങിയ ഉക്ഷാഹരൻ എന്ന ചിത്രത്തിലെ ആംഗൺ മേം ചാന്ദിനി ചമക്കെ ചമാചം എന്ന ഗാനവും വളരെ ശ്രദ്ധേയപ്പെട്ട ഗാനമാണ്. സിനിമാ സംഗീതത്തിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന വർഷം 1950 മുതൽ 1980 വരെയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ 1950 മുതൽ 1975 വരെയുള്ള 30 വർഷത്തെ കാലഘട്ടം ഹിന്ദി ചലച്ചിത്ര സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് നിരവധി വിജയകരമായ സംഗീത സിനിമകൾ പുറത്തിറങ്ങി. വലിയ ചലച്ചിത്ര നിർമ്മാതാക്കൾ സാമൂഹികവും കുടുംബപരവുമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ചില നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്.
അവയിൽ ചരിത്രപരവും മതപരവുമായ സിനിമകളുടെ പ്രാധാന്യം പ്രത്യേകം ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്നെത്തിയ സംഗീതജ്ഞന്മാർ, വന്നെത്തിയ പ്രദേശങ്ങളിലെ നാടോടി സംഗീതം, പരമ്പരാഗത ഈണങ്ങൾ, മതപരമായ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയാൽ ഈ കാലഘട്ടം ആദ്യമായി സമ്പന്നമായി. ചലച്ചിത്ര സംഗീത സംവിധായകർക്ക് പുറമെ ക്ലാസിക്കൽ സംഗീതജ്ഞരും ഈ കാലഘട്ടത്തിൽ സംഭാവനകൾ നൽകി. ഒരു വശത്ത് മികച്ച ചലച്ചിത്ര സംഗീത സംവിധായകന്മാരിൽ അനിൽ ബിശ്വാസ്, നൗഷാദ്, സി രാമചന്ദ്ര, എസ് ഡി ബർമൻ, ശങ്കർ ജയകൃഷ്ണൻ, റോഷൻ, ചിത്രഗുപ്തൻ, മദൻ മോഹൻ, ജയദേവ്, ആർ ഡി ബർമൻ, ലക്ഷ്മികാന്ത് എന്നിവർ പങ്കെടുത്തു. മറുവശത്ത് മികച്ച സിത്താർ വാദകൻ പണ്ഡിറ്റ് രവിശങ്കർ, ഉസ്താദ് വിലായത്ത് ഖാൻ, ഉസ്താദ് അലി അക്ബർ ഖാൻ, പ്രശസ്ത പുല്ലാങ്കുഴൽ വാദകൻ പണ്ഡിറ്റ് പനാലാൽ ഘോഷ്, പിന്നെ ഷേണായി ഖാൻ എന്നിവർ പ്രവർത്തിച്ചു. എ ആർ ഖുറേഷിയുടെ പേരിൽ സംഗീതം രചിച്ചു. ഈ കാലഘട്ടത്തെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ മികച്ച സംഗീത സിനിമകളിൽ ചിലത്: ബൈജു ബാവ്ര, മധുമതി, അനാർക്കലി, നാഗിൻ, ആവാര, ബന്ദിനി, മുഗൾ ഇ ആസം, മദർ ഇന്ത്യ, ചൗദാവിൻ കാ ചന്ദ്, ചിത്രലേഖ, ഗൈഡ്, തീസരി കസം, പരസ്മണി, കലി ടോപ്പി ലാൽ റുമാൽ, കാശ്മീർ കി കലി. ഈ കാലയളവിൽ ലതാ മങ്കേഷ്കർ, മുകേഷ്, മുഹമ്മദ് നമ്മുടെ ഹിന്ദി സിനിമാ സംഗീതത്തിൽ ഉണ്ടായിരുന്നു. റാഫി, ആശാ ഭോസലെ, കിഷോർ കുമാർ തുടങ്ങിയ 4 ശ്രുതി മധുരമായ ശബ്ദങ്ങൾ നേടിയെടുത്തു. അവരെ കൂടാതെ ആ കാലഘട്ടത്തിലെ പ്രധാന പിന്നണി ഗായികമാരിൽ മന്നാ ദേ, ഹേമന്ത് കുമാർ, ഷംഷാദ് ബീഗം, ഗീതാ ദത്ത്, മഹേന്ദ്ര കപൂർ എന്നിവരും ഉൾപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലിമി സോങ്സ് എന്നും ഇന്ത്യൻ സംഗീതത്തിൻ്റെ തുടക്കം എന്നും അറിയപ്പെടുന്നത്.